ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശ്രുതി അനു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹത്ത ഡാം കാണാൻ പോകുന്നതാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ ഈ കാണുന്ന രണ്ട് സൈഡിലെ മലനിരകളിലെ കവറിങ്ങുകൾ ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മഴയുള്ള സമയത്തും മണ്ണിടിച്ചിലിൻ്റെ സമയത്തും പാറക്കല്ലുകൾ ഇടിഞ്ഞ് ആളുകൾക്കൊന്നും വരാതിരിക്കാനുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കവറിങ്ങുകളാണ് അത്. ഈ കാണുന്ന സൈഡിലത്തെ ഈ ഒരു ഇത് ട്രക്കുകളുടെ ഒക്കെ ബ്രേക്ക് നഷ്ടപ്പെട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഹത്തയിലെ ഈ യാത്രയിൽ നമുക്ക് കൂടുതലായും മലനിരകളാണ് കാണാൻ കഴിയുന്നത്. പിന്നെ കുറേ കൃഷിയിടങ്ങൾ കാണാം. അങ്ങനെ ചെറിയൊരു മഴ ഇടയ്ക്കൊന്ന് വന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ ആ മഴ മാറുകയും ചെയ്ത്. ഇതൊക്കെ കൃഷിയിടങ്ങളാണ്. അങ്ങനെ ഹത്ത എന്നെഴുതിയ ഒരു ബോർഡ് നമുക്ക് കാണാം. ഒരുപാട് പൂക്കൾ കൊണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇവിടം അവർ ആക്കിയിരിക്കുന്നത്. നേരിൽ കാണാനായിട്ട് ഒരുപാട് ഭംഗിയായിട്ടുണ്ട് ഇതെല്ലാം കാണാനായിട്ട്. ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഒരുപാട് വൈകിയാണ് ഇപ്പം പോസ്റ്റ് ചെയ്യുന്നത്. ജനുവരിയിലായിരുന്നു ഞങ്ങൾ ഹത്ത ഡാം കാണാൻ പോയത്. പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വൈകി. ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഹത്തയിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ഹത്ത വാദി ഹബ്ബ്, ഹത്ത ഹിൽ ടോപ്പ്, ഹത്ത ഡാം കയാക്കിംഗ്, ഹത്ത ഹെറിറ്റേജ് വില്ലേജ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. ഒരുപാട് കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ഇതിൻ്റെ ഭംഗി സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നതിനെക്കാട്ടിലുപരി അത് നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി കുറച്ചും കൂടെ നമുക്ക് അത് ഒന്ന് ആസ്വദിക്കാൻ കഴിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഹത്ത ഡാമിലേക്ക് എത്താറായി. അങ്ങോട്ടേക്കുള്ള വഴിയിലേക്ക് നമ്മൾ കയറുകയാണ്. ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഇതാ നമ്മൾ ഹത്ത ഡാമിലേക്ക് എത്തി. ഈ കാണുന്നതാണ് ഹത്ത ഡാമിലേക്കുള്ള എൻട്രൻസ്. ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സും അവരുടെ ഫാമിലീസിനെയാണ് ഇപ്പം കണ്ടത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ആയിട്ടായിരുന്നു ഈ യാത്ര. നമ്മൾ അടുത്തായി ഇനി കാണാൻ പോകുന്ന UAE സ്ഥാപക പിതാക്കന്മാരായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ ഷെയ്ഖ് റാഷിദ് ബിൻ സായിദ് അൽ മക്തൂത്തിൻ്റെയും ഒരു ആദര സൂചകമായി നിർമ്മിച്ച ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു മൊസൈക്ക് ചിത്രമാണ് ഈ കാണുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ വൈകിട്ടൊരു 3 മണിയൊക്കെ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങളിവിടെ ഒരു തവണ വന്നിട്ടുണ്ട്. അന്ന് ഹസ്ബൻഡ് അമ്മയും ഞങ്ങളുടെ ഒരു കസിൻ ബ്രദറും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ഇന്ന് ഹസ്ബൻഡ് ഫ്രണ്ട്സും അവരുടെ ഫാമിലീസിൻ്റെയും കൂടാണ് ഇന്ന് ഞങ്ങൾ വന്നത്. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഈ കാണുന്ന വാനിൽ കയറി മുകളിലേക്ക് പോയി. അതിൽ ഞങ്ങൾക്ക് കയറാനുള്ള സ്ഥലമില്ലായിരുന്നതുകൊണ്ട് രണ്ടാമത് വന്ന വണ്ടിയിൽ കയറി നമ്മൾ മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയുള്ള വണ്ടിയാണിത്. നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട, അവർ തന്നെ നമ്മളെ മുകളിലേക്കാക്കും. നടക്കാൻ പറ്റുന്നവർക്ക് ഈ സൈഡിൽ കാണുന്ന സ്റ്റെപ്പ് വഴി മുകളിലേക്ക് പോകാം, അല്ലാത്തവർക്ക് വണ്ടിയിലും പോകാം. നമുക്ക് അന്നേരം നടന്നു കയറാനായിട്ടുള്ള ആ ഒരു ഇതില്ലായിരുന്നു, അതുകൊണ്ട് വണ്ടിയിൽ പോകുമായിരുന്നു.
അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. മുകളിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഈ കാണുന്നിടത്തു നിന്നാണ് നമുക്ക് വേണ്ടുന്ന ടിക്കറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ കയാക്കിങ്ങിനാണ് കൂടുതലായിട്ടും ആൾക്കാർ. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഡോണറ്റ് ബോട്ടാണ്. അതിൻ്റെ സമയം നമുക്ക് 1 മണിക്കൂറായിരുന്നു. കയാക്കിങ്ങിന് അൺലിമിറ്റഡ് ആയിരുന്നു. നമുക്കങ്ങനെ 1 മണിക്കൂർ നമ്മൾ അത്യാവശ്യം അവിടെ നല്ലതുപോലെ ചിലവഴിച്ചിട്ടാണ് നമ്മൾ കയറിയത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഡാമിൽ കുറച്ച് മീനുകളൊക്കെ കിടക്കുന്നത് കണ്ട് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ അതിലെ. അങ്ങനെ ഈ പോകുന്നത് ഞങ്ങളുടെ കൂടെ വന്ന ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. 2 ഫാമിലീസ് ഈ കയാക്കിങ്ങിൽ പോയി. ബാക്കി ഞങ്ങൾ 2 ഡോണറ്റ് ബോട്ടും എടുത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുറേ നേരം ബോട്ടിൽ അവിടെ ചിലവഴിച്ച് കഴിഞ്ഞ് മുകളിലേക്ക് കയറി. ഒരുപാട് സമയം ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പം പിന്നെ തണുപ്പൊക്കെ ആകാൻ തുടങ്ങി. എല്ലാവരുടെയിലും തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഹുഡീസൊക്കെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ അവിടെ റൂമിലിട്ടിട്ട് വന്ന്. പക്ഷേ താഴെ ബോട്ടിൽ നിന്നപ്പോൾ നല്ല തണുപ്പായിരുന്നെങ്കിലും മുകളിലേക്ക് കയറിയപ്പോഴത്തേക്കിനും തണുപ്പെല്ലാം അങ്ങ് മാറി. അങ്ങനെ നേരമൊക്കെ സന്ധ്യ ആയിട്ടുണ്ട്. ആൾക്കാർ പക്ഷേ അപ്പോഴും വന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത്തവണ ഞങ്ങൾ വന്നപ്പോഴത്തേക്കിനും എല്ലാം പണികളും ഒക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിലെയൊക്കെ ഒന്ന് നടക്കുമായിരുന്നു. സന്ധ്യയായി തുടങ്ങി. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം ഈ കാഴ്ചകളെല്ലാം ഒരുപാട് ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്.